ബിഗ് ബോസ് മലയാളം സീസൺ 7 വന്നിട്ടുള്ള മത്സരാർത്ഥികളിൽ ഏറ്റവും പ്രായം കുറവുള്ള ഒരു മത്സരാർത്ഥിയാണ് റെന ഫാത്തിമ. എനിക്ക് തോന്നുന്നു 19 വയസ്സോ മറ്റേ ഉള്ളൂ. പക്ഷേ ബിഗ് ബോസിനകത്ത് അങ്ങനെ പ്രായ കൂടുതൽ കുറവ് അങ്ങനെയൊന്നും ഇല്ല എന്നാണല്ലോ പൊതുവെ പറയാറ്. എന്നിരുന്നാലും പ്രായമുണ്ട്. നമ്മുടെ സമൂഹത്തിൽ പ്രായത്തിന് വിലയില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ? നമ്മുടെ സമൂഹത്തിന്റെ പരിച്ഛേദമാണ് ബിഗ് ബോസ് വീടെന്ന് പറയുന്നത്. യൂറോപ്പിലെ ഏതെങ്കിലും രാജ്യത്തിന്റെ ഒരു ഒരു പരിച്ഛേദമല്ല. നമ്മുടെ മലയാളികളായിട്ടുള്ള കേരളത്തിന്റെ, വിശേഷിച്ച് കേരളത്തിന്റെ ഒരു സാഹചര്യം ഉണ്ടല്ലോ, സാമൂഹിക പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലത്തിൽ നിന്ന് ഉണ്ടായിരിക്കുന്ന ഒരു 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 വീടാണ് ബിഗ് ബോസ് വീട്. അവിടെ ഉള്ള ആളുകൾ നമുക്കിടയിൽ നിന്ന് പോയവരാണ്. അപ്പോൾ നമ്മൾ നാട്ടിൽ എങ്ങനെയാണോ ജീവിക്കുന്നത് ഏതാണ്ട് അതുപോലെ തന്നെയാണ്. പ്രായ കൂടുതലുള്ള ഒരാളെ കാണുമ്പോൾ ചേട്ടാന്നും അങ്കിൾ എന്നുമൊക്കെ കുട്ടികൾ വിളിക്കും അല്ലേ? അതുപോലെ തന്നെ പ്രായം കുറവുള്ള ഒരാളെ മോളെ എന്ന് വിളിക്കുക എന്നൊക്കെ പറയുന്നത് സ്വാഭാവികമാണ്. ബിഗ് ബോസിലേക്ക് എത്തുന്ന ഓരോ കണ്ടസ്റ്റന്റും അവർ റിയൽ ആയിട്ട് നിൽക്കാനാണ് അവിടെ പോകുന്നത്. അപ്പോൾ ആ ഷോയ്ക്ക് വേണ്ടിയിട്ട് അവരാരും അവരവരുടെ വ്യക്തിത്വം മാറ്റിവെച്ച് അഭിനയിക്കണമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ബിഗ് ബോസ് ഒരു കോമ്പറ്റീഷൻ കൂടിയാണ്. മത്സരമാകുമ്പോൾ അവിടെ പ്രായം എന്നതിലുപരിയായിട്ട് മത്സരത്തിനാണ് പ്രാധാന്യം വരുന്നത്. അതുകൊണ്ടാണ് ബിഗ് ബോസിൽ പ്രായം ഒരു പ്രശ്നമല്ല എന്ന് ഇപ്പോഴും നമ്മൾ പറയാറുള്ളത്. ഇപ്പൊ ക്രിക്കറ്റ് കളിക്കാൻ പോകുമ്പോൾ 30 വയസ്സായ സച്ചിന് നേരെ ബോൾ എറിയുന്ന പാകിസ്ഥാനി ആയിട്ടുള്ള ഒരു ക്രിക്കറ്റർ, ഒരു ബോളറിന്, അയാൾ ബോൾ എറിയുന്നതിന് മുമ്പ് അയ്യോ എന്നെക്കാളും മുതിർന്ന ആളാണ്, ഞാൻ അയാളെ നേരെയാണല്ലോ ബോൾ എറിയുന്നത്, പോയി കാല് തൊട്ട് തൊഴുതിട്ടെറിയാം, ഇല്ലെങ്കിൽ ദൈവം കോപിച്ചാലോ എന്ന് പറഞ്ഞ് പോയി സച്ചിന്റെ കാല് തൊട്ട് തൊഴുത് അങ്കിളെ അണ്ണാ മാമ അനുഗ്രഹിക്കണേ, ഞാൻ പന്തെറിയാൻ പോവുകയാണ്, എന്നെ ശപിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് പോയി എറിയാൻ പറ്റില്ലല്ലോ. അതൊരു മത്സരമാണ്. അതുപോലെ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു റിയാലിറ്റി ഷോ ആണ്. അവിടെ പോയിരിക്കുന്ന മാമനും മരുമോനും അച്ഛനും ഈ പറയുന്ന അനിയനും അങ്കിളും എല്ലാവരും അവിടെ ഗെയിം കളിക്കാനായിട്ട് പോയവരാണ്. അപ്പോൾ പ്രായം പറഞ്ഞ് അവിടെ ആരെയും കളിയാക്കേണ്ട ഒരു സാഹചര്യം ഇല്ല. അത് ശരിയുമല്ല എന്ന് പറഞ്ഞ് ഇപ്പോൾ 50 വയസ്സുകാരനായ ഒരാളെ പോയിട്ട് 18 വയസ്സുകാരിയായിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് എടാ ഉവേ നിനക്ക് സുഖമാണ് ഇവിടെ മച്ച എന്ന് പറഞ്ഞ് കഴുത്തി കൈയിട്ട് വിളിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഒരു പ്രശ്നം അതിനകത്തുണ്ട്. അപ്പൊ ഇത് കാണുന്ന ഓഡിയൻസും ഇവക്ക് വിവരമില്ലേ, 18 വയസ്സായ പെൺകുട്ടി അവൾ അച്ഛന്റെ പ്രായമുണ്ടല്ലോ, അയാളെ പോയിട്ട് എടാ പോടാന്ന് വിളിക്കാൻ എന്നും നമ്മൾ പ്രേക്ഷകർ തന്നെ പറയും അല്ലേ? അപ്പൊ നമ്മൾ വോട്ട് ചെയ്താലേ അകത്ത് നിൽക്കുന്നവർക്ക് നിൽക്കാൻ പറ്റുള്ളൂ അവിടെ. അപ്പൊ ഇതെല്ലാം ആവശ്യത്തിന്, അതായത് റെസ്പെക്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യണം. പ്രായം കുറഞ്ഞവരെ പ്രായമുള്ളവരെ റെസ്പെക്ട് ചെയ്യണം. ഒരു കണ്ടസ്റ്റന്റ് ആണ്, അവർക്ക് കഴിവും യോഗ്യതയും ഉള്ളത് കൊണ്ടാണ് ബിഗ് ബോസ് അവരെ ഇവിടെ കൊണ്ടുവന്നത് എന്ന് പ്രായ കൂടുതലുള്ള ആൾക്കാർ ബോധത്തോടെ ചിന്തിക്കണം. അല്ലാതെ ഈ കൊച്ചു പെണ്ണ് എണീറ്റ് ബോഡി എന്ന് പറഞ്ഞ് ഇൻസൾട്ട് ചെയ്യല്ല വേണ്ടത്. അവർ ഡിസർവിങ് ആണ്. ഈ 55കാരന്റെ കൂടെ ആ ഗെയിമിൽ അവിടെ കളിക്കാൻ 18 19 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് കഴിയുന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിക്ക് അതിനുള്ള യോഗ്യതയുണ്ട്. ഈ വ്യക്തിക്ക് 55 വയസ്സിലാണ് ബിഗ് ബോസിൽ എത്താൻ കഴിഞ്ഞത്. അത്രയും കാലം അദ്ദേഹത്തിന് കാത്തിരിക്കേണ്ടി വന്നുവെങ്കിൽ ഈ പെൺകുട്ടി അത് 19 വയസ്സിൽ നേടി. അതിന്റെ അർത്ഥം അവൾ പൂർണ്ണമായും യോഗ്യതയുള്ള കുട്ടിയാണ് ആ പ്ലാറ്റ്ഫോമിൽ വരാൻ എന്നുള്ളതാണ്. അപ്പോൾ അത് ഈ പ്രായ കൂടുതലുള്ള ആൾക്കാർ അത് മനസ്സിലാക്കേണ്ടതാണ്. ഇനി പ്രായം കുറവുള്ള കുട്ടി, ഞാൻ ന്യൂ ജനറേഷനാണ്, എനിക്ക് അറിവ് കൂടുതലാണ്, ഞാൻ ജനിച്ചപ്പോഴേ എൻ്റെ അമ്മ എൻ്റെ അടുത്ത് വെച്ചിരുന്നത് ടോയ്ക്ക് പകരം ഒരു സ്മാർട്ട് ഫോണാണ്, അതുകൊണ്ട് ഞാൻ വളരെ സ്മാർട്ടാണ്, ഇൻ്റലിജൻ്റ് ആണ്, എനിക്ക് നോളജ് ഉണ്ട്, എനിക്ക് ലാംഗ്വേജ് അറിയാം, ഞാൻ ഈ പ്രപഞ്ചത്തെ എൻ്റെ വിരൽത്തുമ്പിൽ കറക്കുകയാണെന്നുള്ള അഹങ്കാരത്തിൻ്റെ കാര്യമൊന്നുമില്ല. ഈ പ്രായം കുറവുള്ള ന്യൂ ജനറേഷൻ കുട്ടികൾക്ക് ശരിയാണ് നോളജ് കൂടുതലുണ്ടാവും, അറിവ് കൂടുതലുണ്ടാവും, ഉറപ്പായും ഉണ്ടാവും. അവർക്ക് ഇന്നത്തെ ടെക്നോളജിയെ കുറിച്ച് അറിയാമായിരിക്കും, ഈവൻ ലോക കാര്യങ്ങൾ പോലും അറിയാമായിരിക്കും. അവരെപ്പോഴും യൂട്യൂബിലും ഫേസ്ബുക്കിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലും ഒക്കെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അവർക്ക് അത്യാവശ്യം അറിവ് കൂടുതലുണ്ടാവും. ഈ അറിവിനൊപ്പം തന്നെ പ്രധാനമാണ് അനുഭവ പരിചയം എന്ന് പറയുന്നത്. 19 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ അനുഭവ പരിചയവും 55 വയസ്സുള്ള ഒരു മനുഷ്യന്റെ അനുഭവ പരിചയവും രണ്ടും രണ്ടാണ്. അതായത് ഈ തിയറി എന്നും പ്രാക്ടിക്കൽ എന്നും പറയുന്നത് പോലെയാണത്. തിയറി കാണാപ്പാടം നമ്മൾ പഠിച്ച ഒരാളാണ് 19 വയസ്സുള്ള ഒരു കുട്ടിയെങ്കിൽ പ്രാക്ടിക്കൽ ലൈഫിൽ ചലഞ്ചസ് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് ഒരുപാട് ഘട്ടങ്ങളിലൂടെ കടന്നു വന്ന് റിയൽ ലൈഫ് എക്സ്പീരിയൻസ് കൂടുതലുള്ള ആൾക്കാരാണ് പ്രായ കൂടുതലുള്ള ആൾക്കാർ. സോ ഇവിടെ ആരും ആരെക്കാളും മോശവുമല്ല, ആരും ആരെക്കാളും ചെറുതുമല്ല. പ്രായം കുറഞ്ഞ കുട്ടികളാണെങ്കിലും അവർക്ക് നല്ല നോളജ് ഉണ്ട്, അവർക്ക് കാര്യങ്ങളെക്കുറിച്ച് വളരെയധികം സംസാരിക്കാൻ അറിയാം. അവർ ഇന്നത്തെ സാഹചര്യത്തിൽ വളരെയധികം നോളജ് ഉണ്ടാവും പ്രായ കൂടുതലുള്ള ആൾക്കാരെക്കാൾ കൂടുതൽ. എല്ലാവർക്കും അല്ല കേട്ടോ, ഈ പ്രായം കുറഞ്ഞ ഇന്നത്തെ ജനറേഷനിൽ ഉള്ള പിള്ളേർക്കും 10 വയസ്സുടെ വിവരവും ബോധവും ഇല്ലാത്ത പിള്ളേരും ഉണ്ട്. ഇതെല്ലാ കാലത്തും ഉണ്ട്. അതുപോലെ ഈ ഇന്നത്തെ ജനറേഷനിൽ ഉള്ളതല്ല 50 60 വയസ്സായ മനുഷ്യന്മാരാണെങ്കിലും ഇന്നത്തെ പിള്ളേരൊക്കെ ഒപ്പമോ അതിനേക്കാൾ മുകളിലോ നോളജ് ഉള്ള പ്രായമായ ആൾക്കാരുമുണ്ട്. അപ്പൊ ഈ ജനറേഷൻസ് വെച്ചുകൊണ്ടും പ്രായം വെച്ചുകൊണ്ടൊന്നും ബിഗ് ബോസിൽ നമുക്ക് ഒരാളെ അളക്കാൻ പറ്റില്ല. അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെ ഒരാളെ അളക്കാമെന്ന് ചോദിച്ചാൽ അയാളുടെ വ്യക്തിത്വം കൊണ്ട്, അയാളുടെ അറിവ് കൊണ്ട്, അയാളുടെ പെരുമാറ്റം കൊണ്ട് ഒരാളെ നമുക്ക് മനസ്സിലാക്കാം. ഇത്രയും കാര്യം ഞാൻ പറയാൻ കാരണം ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ റെന ഫാത്തിമയും ഒണിയൽ സാബുവും തമ്മിൽ നടന്ന ഫൈറ്റിൽ ആര് ശരി ആര് തെറ്റെന്ന ചോദ്യം എൻ്റെ മനസ്സിലും ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എത്താൻ കഴിയുന്ന സത്യസന്ധമായ ഒരു നിഗമനം അല്ലെങ്കിൽ ഒരു മറുപടി, ഒരു ഉത്തരമെന്ന് പറയുന്നത് രണ്ടുപേരും പ്രായത്തിന്റെ പക്വതയോ അറിവിന്റെ പക്വതയോ ഇല്ലാത്ത വളരെ ഇമ്മച്ചുവറായി പെരുമാറിയ
രണ്ട് വ്യക്തികൾ മാത്രമായിട്ടാണ് ഇന്നത്തെ വഴക്കിൽ എനിക്ക് അവരെ കാണാൻ കഴിയുന്നത്. ഒണിയൽ സാബുവിൻ്റെ ഭാഗത്ത് ഒരുപാട് ന്യായങ്ങളുണ്ട്. ഈ പെൺകുട്ടിക്ക് അവിടെ വന്ന് ഇറിറ്റേറ്റ് ചെയ്തു, ബുദ്ധിമുട്ടുണ്ടാക്കി, അങ്ങനെ അങ്ങനെ ഇങ്ങനെ എങ്ങനെ. പക്ഷെ അദ്ദേഹത്തിൻ്റെ അനുഭവ പരിചയം, എനിക്ക് സാബുവിൻ്റെ പ്രായം അറിയില്ല കേട്ടോ ഒന്നാമത്, എന്നാലും അത്യാവശ്യം പ്രായമുള്ള മനുഷ്യനാണെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇയാളെക്കാളും പ്രായം ഉണ്ടാവുമല്ലോ, നമ്മുടെ ഈ റെന ഫാത്തിമയേക്കാൾ പ്രായം അദ്ദേഹത്തിനുണ്ടാവും. പക്ഷെ അദ്ദേഹം ആ ഉള്ള അനുഭവ പരിചയത്തിൻ്റെയും പ്രായത്തിൻ്റെയും പക്വത ആ മനുഷ്യൻ ഇന്ന് അവിടെ ലെവലേശം കാണിച്ചിട്ടില്ല. റെന ഫാത്തിമ ഞാൻ ആൽഫയാണെന്നോ ബീറ്റയാണെന്നോ ഗാമയാണെന്നോ സൂര്യനാണെന്നോ ചന്ദ്രനാണെന്നോ ഒക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ റെന ഫാത്തിമ അവർ ആർജിച്ചു എന്ന് പറയുന്ന അറിവ്, അവർക്കുണ്ടെന്ന് അവകാശപ്പെടുന്ന ആ ഒരു നോളജ്, അതിൻ്റെ വകതിരിവ് 1% പോലും കാണിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇന്ന് അവിടെ വഴക്കുണ്ടായ സമയത്ത് എത്ര ഇമ്മച്ചുവറായിട്ടാണ് അവരവിടെ പല ആക്ഷൻസും കോപ്രായങ്ങളും കാണിച്ചതെന്ന് ഞാൻ ലൈവിൽ കണ്ടതാണ്. പല കൈ കൊണ്ടും മുഖം കൊണ്ടും കാലുകൊണ്ടും ഡാൻസ് മറ്റത് മറിച്ച് വളരെ ഇറിറ്റേറ്റിംഗ് ആണ്. ഒരു വ്യക്തിക്ക് പല ഡിഗ്രികളുണ്ട് അല്ലെങ്കിൽ PhD ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് വകതിരിവും സാമാന്യ ബോധവും ഉണ്ടാകണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഉദാഹരണം ആറാട്ടണ്ണൻ, അങ്ങനെ വലിയ വിദ്യാഭ്യാസം ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ആ മനുഷ്യന് സാമാന്യം എവിടെ ഒരു സ്ഥലത്ത് എങ്ങനെ പെരുമാറണം, എന്ത് പറയണം എന്നുള്ള വകതിരിവുണ്ടോ? ഇല്ല. അപ്പോൾ വിദ്യാഭ്യാസ യോഗ്യത ഒരു മനുഷ്യന്റെ വ്യക്തിത്വത്തെയും ക്വാളിറ്റിയും കാണിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അനുഭവ പരിചയം കൊണ്ട് ഒരു മനുഷ്യൻ എല്ലാ സന്ദർഭങ്ങളിലും വളരെ മാന്യനായിട്ട് വളരെ സമചിത്തതയോടെ പെരുമാറണമെന്നുമില്ല. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ രണ്ടും കണക്കാണ് എന്നുള്ള ഒരു ഉത്തരത്തിലേക്കാണ് എനിക്ക് എത്താൻ പറ്റിയത്. ഇന്നത്തെ ഇവരുടെ വഴക്ക് കണ്ടപ്പോൾ വലിയ ഗുണമൊന്നുമില്ല, രണ്ടും കണക്കാ. ആരും ആരെക്കാളും ബെറ്റർ ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ രണ്ട് ഭാഗത്തും ഇന്ന് മിസ്റ്റേക്സ് ഉള്ളതുപോലെ തന്നെയാണ് തോന്നിയത്. പ്രേക്ഷകരുടെ അഭിപ്രായം ദയവായി കമന്റ് ചെയ്യൂ.